ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജലജയ്ക്കും അതുപോലെ ജാനകിക്കും കുശുമ്പ് മൂത്ത് നിൽക്കുകയാണ്. ഒരിക്കലും അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ നയനയ്ക്ക് ഒരു അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ അനാമിക അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അനാമിക ഏതായാലും ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നത് കൊണ്ട് അനാമിക ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അനാമികയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഏതായാലും മുത്തശ്ശി നല്ല മറുപടി തന്നെ ജലജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിന്റെ ഈ അസൂയം കുശുമ്പൊക്കെ മാറ്റി വെക്കുന്ന ആദ്യം, എന്നിട്ട് നീ നിന്റെ കാര്യം നോക്ക്, അവരവരുടെ കാര്യം നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയം ആയിക്കോട്ടെ, നമ്മുടെ ദേവയാനി വളരെയധികം സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് കയറി പോയിട്ട് ഉടനെ വിളിച്ചു കേട്ടോ. ആരെ? ആൻമരിയനെ. അങ്ങനെ ആൻമരിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മോള് നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അതെ ആൻറ്റി, ഞാൻ നയനെ മാഡത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നയന ഏതായാലും എന്നോട് ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോളെ എൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഹേയ്, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ചെയ്തു, ഇതിപ്പം തൽക്കാലം നയന മേഡത്തിന്റെ അമ്മായിമ്മ അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും വളരെ ഗംഭീരമായിട്ട് തന്നെ മോളെ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യണം. എല്ലാ പ്രാവശ്യത്തെക്കാളും വളരെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഈ പെണ്ണുങ്ങൾ മാത്രമല്ലേ കാണത്തുള്ളൂ, എങ്കിലും അതിൻ്റെതായ നല്ല രീതിയിൽ, അത് എത്ര എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല, അത് ഞാൻ തന്നോളാം. അതുകൊണ്ട് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയ്ക്ക് മനോഹരമാക്കണം. പിന്നെ മോള് ആ നെക്ലേസ് പണിയിപ്പിക്കാൻ കൊടുത്തായിരുന്നല്ലോ അല്ലേ? അത് ഞാൻ കൊടുത്ത ആൻറ്റി, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻറ്റി പേടിക്കേ വേണ്ട. ആൻറ്റിയുടെ മരുമകൾക്ക് ഒരു അടിപൊളി ട്രീറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പോൾ എന്നെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം സംശയം തോന്നിയാലോ ആർക്കെങ്കിലും. അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയേ വേണ്ട. ഞാൻ അങ്ങോട്ടേക്ക് എല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞ് ശരിയായി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആൻമരി ഫോൺ കട്ട് ചെയ്യാണ്. ഏതായാലും ഈ സമയത്ത് ദേവയാനി മനസ്സിലിങ്ങനെ ഓരോരോ സ്വപ്നങ്ങൾ കാണുകയാണ് കേട്ടോ. തൻ്റെ മരുമകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തനിക്ക് ചെയ്യണം. അതുപോലെയാ എൻ്റെ മരുമകൾ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഞാൻ അവളെ വെറുത്തില്ലേ? ആ വെറുത്ത കാലം അത്രയും എനിക്ക് ഇനി സ്നേഹമായിട്ട് തീർക്കണം, സ്നേഹമായിട്ട് മാറ്റണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ആദർശ് ഫ്രഷൊക്കെ ആയിട്ട് വന്നു കേട്ടോ ഓഫീസിൽ പോയിട്ട്. അപ്പൊ ആദർശ് പറഞ്ഞു, നയനെ ഏതായാലും ഇപ്പൊ നീയാണല്ലോ സ്റ്റാർ. നിന്റെ പേരില് ഒരു വാലായിട്ട് ഞാൻ കിടപ്പുണ്ട്, നയന ആദർശ്. അതിനിപ്പോ എന്താ ആദർശേട്ടാ? ആദർശേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ. സത്യമായിട്ട് എനിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. ആദർശേട്ടനൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഈ ഒരു നിലയിലെത്തിയത്. ഏതായാലും നിനക്ക് സങ്കടമൊന്നും വരണ്ട. ഞാൻ അഭിമാനിക്കുന്നതേ ഉള്ളൂ. നിന്റെ വാലായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ നയന. ഏതായാലും അമ്മയ്ക്കും ഒരു അഭിമാനമൊക്കെ കാണുമായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? അമ്മയുടെ മരുമകളല്ലേ, അപ്പൊ അമ്മയ്ക്ക് തോന്നാതിരിക്കത്തൊന്നുമില്ല. അതുമല്ല, അമ്മ സന്തോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അമ്മയ്ക്കും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിന്നോട് സ്നേഹവും സന്തോഷവും ഒക്കെ കാണും. പിന്നെ സ്നേഹം, സന്തോഷം, അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. അതുമാത്രമല്ല, അമ്മയുടെ മരുമകളായതുകൊണ്ട് മാത്രമാണ് അവരെനിക്ക് ഈ ഒരു അവാർഡ് തരുന്നതെന്നൊക്കെയാ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് എങ്ങനെ എന്നോട് സ്നേഹം കാണും? എന്നോട് സ്നേഹമൊന്നും കാണത്തില്ല ആദർശേട്ടാ. പിന്നെ ആദർശേട്ടന് എന്നോട് സ്നേഹം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഇവിടുന്ന് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ലേ ഇതൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ 7 പണ്ടേ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയനെ ആദർശേട്ടൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ നയന പറയാണ്. ഏതായാലും നയന ഇത്രയും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും എവിടം വരെ പോകുന്നു നോക്കട്ടെ ഞാനൊന്ന്. അതെന്താ നയനെ നീ അങ്ങനെ പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല ആദർശേട്ടൻ്റെ അമ്മയുടെ ഈ ഒരു ദേഷ്യം എവിടം വരെ പോകുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞതാ. പിന്നെ ഞാനൊരു ചെറിയ പണിയുന്നുണ്ട്. അതിപ്പം തൽക്കാലം ആദർശേട്ടൻ അറിയണ്ട. എന്ത് പണിയാ? നീ എന്താ ഈ പറയുന്നത്? എന്തൊക്കെയോ അറിഞ്ഞു വെച്ച് സംസാരിക്കുന്നത് പോലെ. ഹേയ്, ഒന്നുമില്ല ആദർശേട്ടാ. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. ഇപ്പം കുറച്ച് കൂടുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് കൂടുന്നുണ്ടോന്ന്? അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നീ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് എനിക്കറിയാലോ. പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം. അത് ഹസ്ബൻഡോ അമ്മായിയമ്മയോ സ്വന്തം അമ്മയോ ആരെ എതിർത്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. അതാ എൻ്റെ പോളിസി. അത് നീയും പിന്തുടരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മുടെ ആദർശ് അങ്ങ് പറയാണ്. ഏതായാലും ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ. അപ്പൊ നന്ദു ഈ വിവരം അറിഞ്ഞു കേട്ടോ. നന്ദു ഈ വിവരം അറിഞ്ഞത് നമ്മുടെ അനി വഴിയാണ്.
അപ്പൊ അനി നന്ദുവിനോട് ഈ വിവരം പറഞ്ഞതുകൊണ്ട് നന്ദുവിന്റെ കയ്യിൽ ഈ വിവരം എത്തി. അപ്പൊ നന്ദു ചെന്ന് പറയുകയാണ് വീട്ടില്, അറിയായിരുന്നോ അച്ഛനും അമ്മയും, ദേ നയനയിടത്തേക്ക് ഒരു അവാർഡ് കിട്ടാൻ പോവാ. അവാർഡോ? എന്തവാർഡ്? എന്തോ വുമൻസ് ക്ലബിന്റെ എന്തോ അവാർഡാന്നാ പറഞ്ഞത്. ഏതായാലും ആദ്യത്തെ അവാർഡ് തന്നെയാ, നോക്കിക്കോ. ഇനിയുണ്ടല്ലോ അമ്മയുടെ മകളുണ്ടല്ലോ, ലോക പ്രശസ്തയാകും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാന്ന് പറഞ്ഞപ്പം, അല്ലെങ്കിലും അവളുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് അവൾക്ക് നല്ല പേരൊക്കെ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെയാ സംഭവിക്കുന്നത്. ഈ ജാതകത്തിലുള്ളതുപോലെയൊക്കെ സംഭവിക്കുന്നത് തന്നെയാണല്ലോ പറയുന്നത്. അതിനാണല്ലോ ഈ ജാതകമൊക്കെ എഴുതുന്നത്. അതുമാത്രമല്ല, എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടത്. അപ്പം ഗോവിന്ദനും പറയാണ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും. അത് മാത്രമല്ല, അവള് ഒരു നല്ല നിലയിൽ എത്തിക്കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ കനകെ, അതൊക്കെ ഇപ്പം നടക്കുക. പിന്നെ ഒരു കാര്യം ഓർത്തിട്ടേ സങ്കടമുള്ളൂ, നവ്യയുടെ. പിന്നെ നയനമോൾ അവിടെ ഉണ്ടല്ലോ, അതോർത്ത് മാത്രം ഇനിയിപ്പം വിഷമിക്കണ്ട. ഏതായാലും എല്ലാം കൂടെ ഒരച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ. കാരണം എന്തെങ്കിലും ഒരു സങ്കടമൊക്കെ അവശേഷിക്കുമല്ലോ. ആ ഒരു സങ്കടമായിരിക്കും ചിലപ്പം നവ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദു പറയാ, ഏതായാലും അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നയനയിടത്തിൽ അമ്മായിയമ്മ, അപ്പച്ചി, ഇളയമ്മ, പിന്നെ ഒരു കുട്ടിയുണ്ടല്ലോ അവിടെ, അനാമിക. അനാമികയും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല. അവർക്കെല്ലാവർക്കും ഇത് കാണുമ്പോൾ അസൂയയും കുശുമ്പും ഒക്കെ തോന്നണം, അങ്ങനെ തോന്നണം. അയ്യോ മോളെ, അങ്ങനെ അസൂയയും കുശുമ്പും ഒന്നും തോന്നണ്ട ആർക്കും. അതൊക്കെ നയനമോൾക്ക് ദോഷമല്ലേ? എന്തു ദോഷം? ദേ അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അമ്മ ഉദ്ദേശിക്കുന്ന ഈ കണ്ണേറൊക്കെയല്ലേ, അങ്ങനെയൊന്നുമില്ല. ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് അവരങ്ങോട്ടെ ഞൊളയട്ടെ. അവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ, ആ അഹങ്കാരം അങ്ങ് കുറയട്ടെ, കുറച്ച് അസൂയ അങ്ങ് കൂടട്ടെ എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മുടെ കനക ചോദിക്കുന്നത്, അല്ല നീ പിന്നെ പോയി കണ്ടായിരുന്നോ ആ അനാമികയുടെ അച്ഛനെയും അമ്മേനെയും? അല്ല, നീ പോയി കണ്ടു എന്നാണല്ലോ പറഞ്ഞത്, നീ പോയി അടിച്ചെന്നാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് നീ പോയി കണ്ടായിരുന്നോന്ന്? എന്തിനാ ഞാൻ പോയി കാണുന്നത്? വെറുതെ കാണേണ്ട കാര്യമൊന്നുമില്ല. അവരിപ്പം ചതകൊണ്ട് ഇപ്പം തിരുമും ഇതൊക്കെ ആയിട്ട് എവിടെയെങ്കിലും കഷായം കുടിക്കലൊക്കെ ആയിട്ട് ഏതെങ്കിലും വൈദ്യന്മാരുടെ അടുത്ത് ചെന്ന് കാണും. അത് ഉറപ്പുള്ള കാര്യമല്ലേ? നന്ദുമോളെ, നീ ഇനി സൂക്ഷിക്കണം കേട്ടോ. നീ ആഗ്രഹിച്ചെടുത്ത പ്രൊഫഷൻ തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നത്, അത് നീ മറക്കരുത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇനി ഈ അടിയും തല്ലൊക്കെ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് മാറ്റി വെച്ചേരെ. അടുത്ത പോലീസ് ക്യാമ്പിനെങ്കിലും നിനക്ക് പോകണ്ടേ? അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട. ഞാൻ പോലീസ് ക്യാമ്പിൽ പോവുകയും ചെയ്യും, SIയുടെ യൂണിഫോം ഇട്ട് ദേ ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. ആദ്യത്തെ സല്യൂട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തരികയും ചെയ്യും. അതുപോലെ എന്ന് ചോദിച്ചപ്പം മതി പെണ്ണിച്ചിരി കൂറുമ്പുതരം കൂട്ടിത്തരം കൂടുന്നുണ്ട്. SI ആയിട്ടുണ്ടെങ്കിലേ ഒരു നാടിനെ മുഴുവൻ നോക്കേണ്ട ആളാ. അതെ, ഒരു നാടിനെ മുഴുവൻ നോക്കേണ്ട ആളാ. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ആ SI യൂണിഫോം എടുത്തിടുന്നത്. അതിനുള്ള കപ്പാസിറ്റിയൊക്കെ ദേ ഈ നന്ദുവിനുണ്ട്. ഞാനേ വെറും നന്ദു അല്ല, ഈ കനകദുർഗയുടെ നന്ദു അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദു അങ്ങ് പോവാണ്. അതിൽ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നയന ഒരു പണിയൊപ്പിക്കാണ് കേട്ടോ. നയന വേറൊന്നും അല്ല പണിയൊപ്പിക്കുന്നത്. അപ്പൊ നയനയോട് നയന ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ അവാർഡ് ഞാൻ മേടിക്കുന്നില്ല, ഞാൻ വേണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്കാം എന്ന് ഇന്ന് പറഞ്ഞായിരുന്നു. ഇന്നത്തെ ആ ഒരു സീനിലുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ ദേവയാനിക്കിട്ട് ഒരു 8ന്റെ പണി കൊടുത്തുകൊണ്ട് തന്നെ നയന നേരെ വിളിച്ച് പറയുകയാണ് ആൻമേരിയോട്, എനിക്ക് ഈ അവാർഡ് തൽക്കാലം വേണ്ട, ഞാൻ ഇത് സ്വീകരിക്കുന്നില്ല എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ എനിക്ക് ഈ അവാർഡിനോട് താല്പര്യമില്ല, അതുമാത്രമല്ല അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ ആൻമേരിയെ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. തീർന്നില്ലേ നമ്മുടെ ദേവയാനിയുടെ സ്വപ്നവും ആഗ്രഹങ്ങളും ഒക്കെ. നേരെ ദേവയാനിയെ വിളിച്ചു ആൻമേരി. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, എന്താ മോളെ ഈ പറയുന്നത്? അവൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അല്ല, എന്തോ അമ്മയ്ക്ക് ഈ അവാർഡ് മേടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ എനിക്കും ഇതിനോട് താല്പര്യമില്ലെന്നൊക്കെയാ നയന മേഡം പറയുന്നത്. ആണോ, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ആകെപ്പാടെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ അവാർഡ് എങ്ങനെ നയനയ്ക്ക് കിട്ടാതെ ഇരിക്കും? എങ്ങനെ ഈ അവാർഡ് കൊടുക്കാതെ ഇരുത്തിക്കണം എന്നൊക്കെ നമ്മുടെ ജലജയും ജാനകിയും ഒരു വശത്ത് നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം അനാമിക വരുന്നുണ്ട്. അനാമിക വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരിക്കലും സഹിക്കില്ല. എന്നിട്ട് അവൾമാരുടെ ഒരു അവാർഡ്, അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മുടക്കണം അപ്പച്ചി എന്ന് നമ്മുടെ ജലജയോട് പറയുന്നുണ്ട്. അപ്പം ജാനകിയും പറയുന്നുണ്ട്, അവൾമാര് പൊങ്ങി കയറിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടിയില്ലെങ്കിലേ അവൾമാർ ഒതുങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരും എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഏതായാലും ആ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ദേവയാനിയുടെ കയ്യിൽ നിന്ന് തന്നെ
സ്വന്തം മരുമകൾ ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നതാണ്. അത് നിങ്ങൾ കണ്ടതാണല്ലോ പ്രേമോക്കകത്ത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ നാളെ വരാൻ പോകുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയരുത്. നാളെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും ഫുൾ വിശേഷവും അപ്കമിങ് വിശേഷവും പ്രേമ വിശേഷവും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. നയനിയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷം ഇടുന്നത് റിയൽ സ്റ്റോറി എന്ന ചാനലിലാണ്. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.